ഞാൻ ഒരു ഉറപ്പ് പറയില്ല, ലൈവ് തീരുന്നതോടുകൂടി ആ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന 3 പേരിൽ ആരെങ്കിലും ഒരാൾ തൂങ്ങിച്ചാവും. ഞാൻ പറഞ്ഞു 1 രൂപ പോലും അവന് കൊടുത്തിട്ടില്ല എന്നാടാ പറഞ്ഞത്. അവൻ എങ്ങനെ പറയുക 1 രൂപ പോലും കൊടുത്തിട്ടില്ലാന്ന്? എന്തൊരു പച്ചക്കള്ളാണത് ചോദിക്കണം. അത്രയും പച്ചക്കള്ളം പറഞ്ഞിട്ട് എന്നെ അത്രയും എന്നെ കള്ളാണ് വിളിക്കുന്ന ആൾക്കാർ, മനസ്സിലാ? എന്നെ കള്ളാണ് വിളിക്കുന്നത്. ഇവന്റെ നക്കാപ്പിച്ച 30,000 മാസം യൂട്യൂബിൽ നിന്ന് വരുന്ന തീട്ട പൈസ ഒക്കെ വേണ്ടിട്ട് ഞാൻ ചെയ്തെന്നാണ് പറഞ്ഞത്. ഇത് നിങ്ങൾ ചോദിക്കണം ഗൈസ്, ഇത് നിങ്ങൾ ചോദിക്കണം. പൈസ എന്ന് വേണ്ടത് ഇവർക്ക്, പൈസ വേണം ഇവർക്ക്. ഈ വീട്ടില് ഡ്രഗ്സ് കയറ്റി, ഓക്കെ, ഡ്രഗ്സ് കയറ്റിട്ട് പിള്ളേർക്കും ഡ്രഗ്സ് കൊടുത്തിട്ട് എന്താ പരിപാടി? ഇങ്ങനൊരു ദിവസം ഒരിക്കലും വരല്ലേന്ന് ഞാൻ ആഗ്രഹിച്ചാടാ. ഈ നാറികൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാടാ. മമ്മൂന് ഞാൻ കൊടുത്ത പൈസ കയ്യും കണക്കുമില്ല, ഓക്കെ. പിന്നെ അവൻ്റെ വീട് പുതിയ ഓനക്കൊരു വീട് സെറ്റാക്കിയിട്ട് ആ വീട്ടിലേക്ക് ഓൻ്റെ ഉമ്മാനെ താമസം മാറ്റാൻ ചിന്തിച്ചവനെ ഞാൻ പൊട്ടനായിരുന്നു. ഓക്കെ, പൊട്ടനായിരുന്നു ഞാൻ. തെലുങ്ക് മൊത്തത്തിൽ അങ്ങ് എന്തൊക്കെയായിരുന്നു MRC ഗ്യാങ്. ഓഹോ, MRC ഗ്യാങ് എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ യൂട്യൂബില് ലൈവ്, അവിടെ ലൈവ്, ഇവിടെ ലൈവ്, എന്തൊക്കെയായിരുന്നു. ഒടുവിൽ പവനായി ശവമായി എന്ന് പറഞ്ഞ അവസ്ഥയായി. MRC ഗ്യാങ്ങിന്റെ കളികളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മൊത്തം. ഇവരെ അങ്ങനല്ല വിളിക്കേണ്ടത്, കുണ്ടൻ കളി എന്ന് വിളിച്ചാൽ മതി. കൃത്യമായിട്ട് ഈ പറയുന്ന തൊപ്പി എന്ന് പറയുന്നവൻ വീഡിയോയും കാണിച്ചു തന്നിട്ടുണ്ട്. ഇവർ ആ റൂമിന്റെ അകത്ത് എന്താണ് കാണിക്കുന്നത് എന്നുള്ളത്. ഇവന്മാര് അത് മാത്രമല്ല, ഈ കുണ്ടൻകളി മാത്രമല്ല, ഇവന്മാര് ഇതിനകത്ത് കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്, മയക്കുമരുന്ന്, എന്തൊക്കെയാണ് ഇവന്മാരുടെ കയ്യിൽ ഇല്ലാത്തത്. ലൈവിന്റെ അകത്ത് തൊപ്പി പറയുന്നുണ്ട്, എന്നെ കൊണ്ടുപോയി ചെക്ക് ചെയ്തോ, അതോടൊപ്പം തന്നെ ഷമീറിനെയും കൊണ്ടുപോയി ചെക്ക് ചെയ്യും, മാമൂനെയും കൊണ്ട് ചെക്ക് ചെയ്യും. അപ്പൊ അവരുടെ ശരീരത്തിൽ നിന്നും ഇതിന്റെ കണ്ടന്റ് കിട്ടുമോ ഇല്ലയോ നോക്കാം. എന്റെ ശരീരത്തിൽ നിന്ന് കിട്ടത്തില്ല, കുറച്ച് മദ്യത്തിന്റെ മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തൊപ്പി. സത്യത്തിൽ അവിടെ എന്താണ് നടക്കുന്നത്? ഗവൺമെന്റ് ഇതിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോൾ നമ്മുടെ സർക്കാർ, നമ്മുടെ ആഭ്യന്തരമന്ത്രി, നമ്മുടെ പോലീസുകാർ എല്ലാം ചേർന്നുകൊണ്ട് ഇപ്പോൾ ഇതിനെ പറ്റി ഒരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ലൈവ് വന്നിട്ട് എന്റെ റൂമിന്റെ അകത്ത് ഇവന്മാര് കഞ്ചാവ് കയറ്റി, ഇവന്മാർ ഇതൊക്കെ അടിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നു. അത് മാത്രവുമല്ല, ഈ പറയുന്ന ഷമീർ എന്ന് പറയുന്നവൻ കട്ടിലേക്ക് കടന്നുകൊണ്ട് അവന്റെ സാധനം എടുത്തുകൊണ്ട് ഇട്ട് കളിക്കുന്ന ഒരു സാധനം അവനെടുത്ത് പുറത്തു വിട്ടു. അതിന്റെ തൊട്ടടുത്ത് മമ്മൂ എന്ന് പറയുന്നവന് അടുത്ത് നിപ്പുണ്ട്. അവൻ കാലുകൊണ്ടിട്ട് കളിക്കുന്നു, പിന്നെ അവൻ അത് വാ കൊണ്ടെടുത്തു എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്, തൊപ്പി പറയുന്നുണ്ട്. ഇതൊക്കെ എടുത്ത് പുറത്തിട്ടത് കൊണ്ട് ഈ പറയുന്ന ഷമീറിന് ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്, മാമൂന് ദോഷം ചെയ്യുന്ന കാര്യമാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു വീഡിയോ പുറത്തു വരുമ്പോൾ ഇവന്മാരെ കുറിച്ചുള്ള ഒരു ഇമേജ് എന്താണെന്നുള്ളത് ചിന്തിച്ചിട്ടായിരുന്നെങ്കിൽ ഈ തൊപ്പി ഇതെടുത്ത് വെളിയിടത്തില്ലായിരുന്നു. പക്ഷെ തൊപ്പിയെ കുറിച്ച് ഇവന്മാര് പറയാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞു. തൊപ്പി ഇവർക്കൊന്നും കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. എന്തിനേറെ പറയുന്നു, അവന്റെ ഈ തൊപ്പിയുടെ ജട്ടി പോലും മമ്മൂനെ കൊണ്ടാണ് കഴിപ്പിക്കുന്നത്. മാമു കൊണ്ടുപോയി അങ്ങോട്ട് അടിച്ചു കഴുകി അത് വെളുപ്പിച്ച് കൊണ്ട് കൊടുക്കുകയാണെന്നൊക്കെയാണ് മാമു എന്ന് പറഞ്ഞത്. അത് മാത്രമല്ല, ഒരു പൈസ പോലും ഇതുവരെ കൊടുത്തിട്ടില്ലെന്നും പറഞ്ഞു. പക്ഷെ തൊപ്പി എന്താണ്, രേഖകൾ ഓരോന്നായിട്ട് വെച്ച് 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 കാണിക്കുകയാണ്. ഇത്രയൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു തൊപ്പി. മാമു പറഞ്ഞ എന്താ പറയുന്ന ജട്ടി കേസ് ഉണ്ടല്ലോ, ഈ ജട്ടി കഴുകി കൊടുത്തു എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് ഈ തൊപ്പി പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കിയേ. ഇവിടെ ഒരാൾ ഷഡ്ഡി മാത്രമായിട്ട് അലക്കാൻ കൊടുക്കുമോ? ഒരാൾ മറ്റൊരാൾക്ക് ഷഡ്ഡി മാത്രമായിട്ട് അലക്കാൻ കൊടുക്കുമോ? അതെന്താ, ഞാൻ ഷഡ്ഡി മാത്രം ഇട്ടിട്ടാണോ ജീവിക്കുന്നത്? ഷഡ്ഡി മാത്രം ഇട്ടിട്ടാണോ ഞാൻ ഡെയിലി നടക്കുന്നത്? ഷഡ്ഡിയാണോ എൻ്റെ? ഒരാൾക്ക് ഡ്രസ്സ് അലക്കാനുണ്ടാകുമ്പോൾ ഷർട്ട്, പാൻറ്, ഷഡ്ഡി, സോക്സ് ഇതൊക്കെ ഉണ്ടാവും. ഈ വീട്ടിൽ 10 പേരുണ്ട്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പണിയെടുക്കും. ഈ മമ്മു പണിയെടുക്കൂല, ജാസി മമ്മു എല്ലാം ഇങ്ങനെ പണിയെടുക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഇവർക്ക് എപ്പോഴെങ്കിലും ടാസ്ക് കൊടുക്കാം, ഓക്കെ. ഇവർക്ക് ഇതൊന്നും ഇഷ്ടമല്ല, മനസ്സിലാ? ഇവിടെ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്. ഈ ഡ്രസ്സ്, ഈ എല്ലാം അടങ്ങിയിട്ടുള്ള ഡ്രസ്സിൻ്റെ കൊട്ടയിൽ ബാസ്ക്കറ്റ് എടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി തൊട്ടപ്പുറത്ത് ആ വാഷിംഗ് മെഷീനിലേക്ക്, ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിലേക്ക് അങ്ങ് ഇടണം. ഇതാണ് ജോലി, ഇതാണ് ഷഡ്ഡി കഴുകിച്ചെന്ന് പറഞ്ഞത്. ഇവിടെ ആൾക്കാർ കേൾക്കുമ്പോൾ എന്താ ചിന്തിക്കുന്നത്? എൻ്റെ ഷഡ്ഡി ഞാൻ ഇങ്ങനെ തന്നെ ഊരിട്ടേ കഴുകടാന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടുത്തിട്ട് കല്ലിൽ, മറ്റേ പണ്ടത്തെ ഇതുപോലെ കല്ലിൽ ഇങ്ങനെ ഉരച്ച് കഴിപ്പിക്കുന്നത് അല്ലേ? എടാ, ഒരു വീടാകുമ്പോൾ ഒരു ഹോസ്റ്റൽ പണി ചെയ്യും. കുറേ ആൾക്കാരുണ്ട്, ഓക്കെ. ഇവർക്കെല്ലാം ജോലികളുണ്ട്, മെയിൻ ആയിട്ടുള്ള ജോലികളുണ്ട്, മീറ്റിംഗ്സും കാര്യങ്ങളും ഫൈനാൻഷ്യൽ ഇതെല്ലാം നോക്കണം. ഈ മമ്മു മണ്ടനിൽ ഇതെല്ലാം ഏൽപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ വീടുള്ള ബാക്കിയുള്ള ജോലികൾ ഇതൊക്കെയാ, മനസ്സിലാ? നീ ഷഡ്ഡി കഴിക്കട്ടെ, നിന്റെ ജോലിയാടാ നായിട്ടാ മോനെ, നിന്റെ ജോലിയാടാത്. നിന്നെ ഇത്രയും കാലം തീറ്റി പോയിട്ട് ഇത്ര പൈസ എന്നെ കൊണ്ടുപോയടാ നീ എന്നാ പറയടാ. നീ ഞാൻ എന്റെ കയ്യിൽ വാങ്ങിയ പൈസന്റെ കണക്ക് നീ പറയണം, ഞാൻ കണക്ക് വെച്ചിട്ടില്ല. സത്യത്തിൽ മറ്റുള്ളവന്റെ അണ്ടർവെയർ ഒക്കെ പോയി കഴുകാൻ നിൽക്കുന്ന ഇവനെയൊക്കെ പറഞ്ഞാൽ പോരെ? എടാ, നിനക്കൊക്കെ അന്തസ്സായിട്ട് ജോലി എടുത്ത് ജീവിച്ചൂടെ? എന്ത് കാര്യത്തിനാണ് ഈ തൊപ്പിയുടെ അടുത്ത് പോയി അണ്ടർവെയർ കഴുകാനായിട്ട് നീയൊക്കെ പോയത്? ഇപ്പൊ വന്നിട്ട് കരയുക, എനിക്ക് ശമ്പളം തന്നില്ലേ, എന്നെ ഉപദ്രവിച്ചേ, വീട് വെച്ച് തന്നില്ലേ, പൈസ തന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. എന്തിനാ? ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണോ നീയൊക്കെ പോയത്? നിനക്കൊക്കെ നല്ലപോലെ ജോലി ചെയ്ത് ജീവിച്ചുകൂടായിരുന്നോ? അത് പറ്റത്തില്ല. എനിക്ക് ഫെയിം വേണം, എനിക്ക് എന്താ പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ വൈറലാകണം എന്ന് വെച്ചുകൊണ്ടല്ലോ ഈ തൊപ്പിയുടെ അടുത്ത് പോയത്.
എന്നിട്ട് ഇപ്പൊ പറയുന്നു തൊപ്പി ഒന്നും തരുന്നില്ലെന്ന്. എന്നിട്ട് വന്നിട്ട് ലൈവിൽ ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. എടാ ഇതൊക്കെ നിന്റെയൊക്കെ സ്ക്രിപ്റ്റ് ആണെന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. നീയൊക്കെ ഈ പറയുന്ന ജനങ്ങളെ പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, നിന്റെയൊക്കെ വീഡിയോ കാണുന്നത് ചെറിയ പിള്ളേരാണ്. അവരെ പോലും നിങ്ങൾ വഞ്ചിക്കുകയാണ്. വഞ്ചിക്കുക മാത്രമല്ല, അവരുടെ മുമ്പിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. എന്തുവായാലും ഇവന്മാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി എന്തായാലും ഗവൺമെന്റ് എടുക്കണം. കാരണം ഇതൊന്നും അനുവദിച്ചു വെച്ചുകൂടാ. ഈ വെറും ഇതൊന്നും അല്ല, ഇഷ്ടം പോലെ ഇവന്മാർ കഞ്ചാവ് ഉപയോഗിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഈ തൊപ്പി പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കി. 3 മാസം മുമ്പ് ഇവിടുന്ന് ഗ്യാങ് ഒഴിഞ്ഞു പോകാനുള്ള കാരണം ഞാൻ പറഞ്ഞിട്ടെ, ഒരിക്കലും ഞാൻ ടോളറേറ്റ് ചെയ്യാത്തൊരു കാര്യം. എൻ്റെ വീട്ടിൽ ഞാൻ അറിയാണ്ട് കയറ്റി പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തു. പൊലയാടി മോനെ, നിന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ നീയായിട്ടുള്ള ഇഷ്യൂ വന്നിട്ടുള്ള ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യിപ്പിച്ചാൽ അത് എൻ്റെ തലയിലിരിക്കും. എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് അത്രയും അമർച്ചയുണ്ട്. ഓക്കെ, 3 മാസം ഫേക്ക് കാണിച്ചരാടാ നാറി. എല്ലാം ഫേക്ക് ഓടി ഞാൻ കേൾപ്പിച്ചരാം. ഈ വീട്ടില് ഡ്രഗ്സ് കയറ്റി. ഓക്കെ, ഡ്രഗ്സ് കയറ്റിട്ട് പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട് എന്താ പരിപാടി? എടാ ഇവര് എൻ്റെ തലയിലേക്ക് ഇടാൻ പോകുന്ന സാധനം, അതായത് എൻ്റെ കേസായിട്ട് എന്നെ ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, മമ്മൂനെ ഞാൻ പീഡിപ്പിച്ചു, ഇതെല്ലാം ഇവൻ ചെയ്യുന്ന കാര്യങ്ങളാ. ഏതെങ്കിലും തന്തയില്ലാത്ത റൂമിൽ പോയിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അടിയാക്കാൻ അനക്ക് അത്ര തന്തുണ്ടെന്ന് ചോദിച്ചിട്ട് മമ്മു എന്തിനാ അടിയായത് അതും കൂടി ഒന്ന് പറഞ്ഞു കൊടുത്തേ. ആടെ അവര് കഞ്ചാവ് ഉപയോഗിച്ചതിന് ഞാൻ ചോദ്യം ചെയ്തതിനാണ് എന്നെ പിടിച്ച് നിനക്ക് അത്ര തന്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് അടിയാക്കിയത്. എന്നിട്ടോ ആ പ്രശ്നങ്ങൾ മൊത്തം ഇപ്പോ ലാസ്റ്റ് പ്രൊഡ്യൂസറായിട്ട് ഇതായത് ഞാനല്ലേ കൊടുത്തിന് കാസ്റ്റ് ചെയ്തിട്ട് ഞാനാണ് പ്രൊഡ്യൂസറോട് സമാധാനം പറയേണ്ടി വന്നത്. 1.5 ലക്ഷം രൂപ കുത്തിപ്പിടിച്ചു വാങ്ങിയതോ. ഇവന്റെയൊക്കെ വീട്ടില് ഈ സാധനം കൊണ്ട് കയറുമ്പോ അറിയില്ലേ, ഇവരൊരു വീടൊക്കെ എടുത്തിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ഇതെന്തുമായാലും പോലീസ് പരിശോധിക്കുക തന്നെ വേണം. ഇവന്മാരിപ്പോ പൊതു സമൂഹത്തിന് തന്നെ ശല്യമായിക്കൊണ്ടിരിക്കുകയാണ്. കുറെ ഗ്രൂപ്പ്, കുറെ ഗെയിം കളി, എന്നിട്ട് ആ പിള്ളേരെ അതിനകത്തോട്ട് ആകർഷിച്ചിട്ട് പിന്നെ മറ്റേ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ് ഇവന്മാർ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നത്? ഈ ഷമീർ ആ മറ്റേ കൈവച്ച് അവൻ ആ കാണിക്കുന്ന കാര്യം ഇവൻ എങ്ങനെ ആ വീഡിയോയിലൂടെ കിട്ടി? അപ്പൊ തൊട്ടടുത്ത് ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു ഇവന്മാരുടെ ഇത് പിടിക്കണമെന്ന് വെച്ചുകൊണ്ട്. ഇവന്മാർ ഇതൊക്കെ അടിച്ചു കയറ്റിയിട്ട് ഈ കുണ്ടംപണിയാണ് ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊതുവെ ഈ പരിപാടിയാണ് ഇവന്മാർ ആ റൂമിൽ ചെയ്യുന്നതാണ് പറയുന്നത്. കുറെ എണ്ണമുണ്ട്. ഓരോ കാര്യം ചെയ്യാൻ വേണ്ടി കുറെ കൂട്ടങ്ങൾ അവന്മാരെല്ലാം കൂടെ ചേർന്ന് ഇതാണ് പരിപാടി. കൊച്ചു കുട്ടികളൊക്കെ പോയിരുന്ന് ഇവന്മാരുടെ വീഡിയോ കാണുകയും തൊപ്പി എന്ന് പറഞ്ഞുകൊണ്ട് പൊക്കിക്കൊണ്ട് നടക്കുകയും മാമു പിന്നെന്തോ ഷമീർ, ജാഫി എന്ന് തുടങ്ങി കുറെ എണ്ണമുണ്ട്. ഇവന്മാരെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുകയാണ്. എന്ത് പ്രയോജനമാണ്? നിങ്ങൾ തന്നെ പറ. ഇവന്മാര് പൊതുസമൂഹത്തിന് കൊടുക്കുന്ന പാഠം എന്താണ്? ഇവന്മാരുണ്ടാക്കുന്നത് മൊത്തം സ്ക്രിപ്റ്റാണ്. ഇവന്മാരുടെ ലൈവിൽ കൂടെ കാണിക്കുന്ന വേഷം കെട്ടൽ മൊത്തം സ്ക്രിപ്റ്റ് ആണ്. ഇപ്പോൾ ഈ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്ന ഈ വഴക്കുണ്ടല്ലോ, ഇതുപോലും സ്ക്രിപ്റ്റ് ആണെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ബിഗ് ബോസ് അടുക്കുന്നു. അതിലേക്ക് പോകാൻ തൊപ്പിയുടെ പ്ലാനാണോ? അല്ലെങ്കിൽ ഇവന്മാർക്ക് എന്താ പറയുക, ഈ ഷമീറിനും ഈ പിന്നെ തൊപ്പിക്കും സ്ട്രീം ചെയ്യുന്ന സമയത്ത് കുറെ കൂടുതൽ വ്യൂ കിട്ടണം, അതുകൊണ്ടാണോ എന്നൊക്കെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു 2 മണിക്കൂർ ഇവന്മാര് പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ, ലൈവായിട്ട് സ്ട്രീം ചെയ്ത് കഴിഞ്ഞാൽ ഇവന്മാർക്ക് കിട്ടുന്നത് എത്രയാണെന്നറിയാമോ? 25,000 രൂപയാണ്. അത് 2,000 ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ ഇവന്മാർ ഒരു മാസം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് 30-35 ലക്ഷം രൂപയായി. മനസ്സിലാവുന്നുണ്ടോ? അതൊരു 4 മണിക്കൂർ, അതൊരു 10,000 ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എത്ര രൂപയാണെന്ന് പ്രേക്ഷകരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പൊ ഇവിടെ പോയി ഇവന്മാരെ സപ്പോർട്ട് ചെയ്യാൻ കുറെ കഴുതകളുണ്ട്. നല്ല കാര്യങ്ങൾ പറയുന്ന, നല്ലപോലെ വീഡിയോ ചെയ്യുന്ന അവരുടെ വീഡിയോ ഒരുത്തരും കാണണ്ട. അതാണ് അവസ്ഥ. എന്താണ് പ്രേക്ഷകരെ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.